എല്ലാവരോടും കൂടെ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് നറുക്ക് വീണ ശങ്കരൻ പ്രശ്നം ഉണ്ടാക്കും, ശങ്കരന് നറുക്ക് വീണ ഞാനും പ്രശ്നം ഉണ്ടാക്കും. ശങ്കരണ്ണ പ്രശ്നമൊന്നും ഉണ്ടാക്കൂല അല്ലേ ശങ്കരണ്ണ? ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ശങ്കരണ്ണ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ ഒരു കാര്യം പറയാം. പകുതി പേർക്ക് ശങ്കരന്റെ കൂടെ പോവാം, പകുതി പേർക്ക് അമ്മയുടെ കൂടെ പോവാം. അപ്പൊ എങ്ങനെ? കുടുംബത്തെ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതി എനിക്ക് സമ്മതം. ആ വലിയ മനസ്സാണ് കേട്ടോ അമ്മയുടെ. എനിക്കും സമ്മതം. എങ്കിലും അതിലൊരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ. എന്ത് പ്രശ്നം? ആരാരുടെ കൂടെ പോവും? കേശു മക്കളെ, എല്ലാരും പേര് എഴുതിയിട്. എന്നിട്ട് അമ്മയും ശങ്കരനും ഓരോരോ പേര് മാറിയിട്. എന്നിട്ട് ആരുടെ പേര് ആർക്കൊക്കെ കിട്ടുന്നു അവരവരുടെ കൂടെ പോട്ട്. അത് കൊള്ളാം. അതാണ് എനിക്ക് സമ്മതം. എനിക്കും സമ്മതം. പിന്നെ വേറൊരു കാര്യം, ആരുടെ പേരൊക്കെ ആർക്കൊക്കെ കിട്ടുന്നു അവരവരുടെ കൂടെ പൊക്കണം. വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കത്തില്ല. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എന്നാ ഉള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പേരിന്റെ ആദ്യം അക്ഷരം കാണത്തുള്ളൂ. അപ്പൊ ഞാൻ എടുക്കട്ടെ ആദ്യം. നീ ഇത്ര പെട്ടെന്ന് എഴുതിയിട്ട്? അതിന്റെ മാമ കേശുവിന് കേന്നും ബാലുവിന് ബി എന്നൊക്കെ എഴുതിയിട്ടുള്ളൂ. അപ്പൊ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. അപ്പൊ ഞാൻ എടുക്കാനോ ആദ്യം? ഭവാനിയോട് എട്. കേശു കേശു ഇവൻ എന്റെ ബാലുവിന്റെ മോനൊന്നും അല്ല. ശങ്കരണ്ണ മിണ്ടരുത്. കേശു നീ അമ്മയുടെ ഒപ്പം പോണം. ഇനി ഞാൻ എടുക്കാം. ബാ അതാണ് ബാ ബാലു 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 എനിക്ക് അവിടെ ഇരിക്കേ. ബാലു നിങ്ങൾക്ക് തന്നെ ഇരിക്കും. എന്താണ് ഒരു ബാലുവെ കിട്ടിയെന്ന് പറഞ്ഞു? അടുത്ത പെട്ടെന്നാണ്. ഇനി ഞാൻ എടുക്കട്ടെ? ഇനി ഞാൻ എടുക്കട്ടെ? നീലു, നീലു. ഏയ് അല്ല എന്റേത് ശരിയാവില്ല. ബാലു അപ്പുറത്തായോണ്ട് ഞാൻ ഇപ്പുറത്തോട്ട് വന്നാൽ ശരിയാവില്ല. എന്താ ബാലു വെറുതെ പ്രശ്നം ഉണ്ടാക്കുമ്പോ അതെന്ത്? ചേച്ചിയുടെ ഉത്തരവാദിത്തമാണ് അളിയനെ പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളത്. അളിയന് മനസ്സിലാവില്ല പറഞ്ഞാല്. ലച്ചു 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 എനിക്കാണ്. ഞാൻ എടുക്കാം. ശിവ ശിവ എനിക്ക്. മാറും. അണ്ണാ പാറുവിനെ അങ്ങോട്ട് വിട്ടാ ശരിയാവില്ല. കുഞ്ഞല്ലേ, ഞാൻ നോക്കിക്കോളാം. ഇവന്റെ അടുത്ത് ഇപ്പുറത്ത്. അത് വേണ്ട. ബാലുവും ലച്ചു ഉണ്ടല്ലോ നോക്കാൻ പാറുവിനെ. അത് മതി. ശങ്കരണ്ണ നീലു, നീ ഇപ്പം ശത്രുവശത്താണ്. പക്ഷെ വേണമെങ്കിൽ ആര് നാൾ വരാം. വന്നു നോക്കി ഇരുന്നാ മതി കേട്ടോ. സുരേന്ദ്രൻ. മാമി അല്ലെങ്കിലും ഞാൻ ചോനറത്തിൽ വരാൻ വേണ്ടി നിന്ന് തന്നെ. ഇപ്പൊ അല്ലേ ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണല്ലോ. ഇപ്പൊ നറുക്കെടുക്കേണ്ട കാര്യമുണ്ടോ? മാമ അല്ലേ മാമ പറഞ്ഞ നറുക്കിടാന്ന്. എടാ ഞാനിപ്പോ അങ്ങനെ പറഞ്ഞിരുന്നാലും കാര്യ ഗൗരവമുള്ള ആൾക്കാർക്ക് ഇവിടെ കുറെ ഇരിക്കുകയല്ലേ. അവര് തീരുമാനം എടുക്കണ്ടേ? ഇപ്പൊ നറുക്കെടുപ്പിന്റെ കാര്യമൊന്നും ഇല്ലെന്നാണ് എന്റെ ഒരു ഇത്. ഒറ്റ വീക്കൊന്നും വെച്ചെന്നാലുണ്ടല്ലോ നീലട പറ ഇത്ര നേരം നറുക്കെടുക്കാന്ന്. അത് അപ്പൊ എനിക്ക് തെറ്റായിട്ട് തോന്നില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് തെറ്റായിട്ട് തോന്നുന്നു. നിക്കവിടെ ശങ്കരണ്ണ എടുക്ക്. ആരാ എടുക്കണ്ടേ? എടുക്ക്. ഗൗരി 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 അപ്പുറത്ത്. മാമയും നീ ഇപ്പുറത്ത്. ഇതിനാണ് നീ ഉരുണ്ട് കളിച്ചത്. ചേട്ടത്തിക്ക് മനസ്സിലായില്ലേ? എനിക്കിത് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചവൻ. നീ നേരത്തെ എന്താ പറഞ്ഞത്? ബാലുവിനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ. അപ്പുറത്തേക്ക് പോകുമ്പോ നീ നിന്റെ ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത്. അല്ലെ ഇപ്പൊ അങ്ങനെ രണ്ട് സ്ഥലത്താകുമ്പോഴത്തേക്ക് അതിന് ഒരു ഇത് കിട്ടൂല. ഞാൻ ഒരു കാര്യം ചെയ്യും. ഏത് എങ്ങനെ എടുത്തോ അങ്ങനെ തന്നെ ആദ്യം പറഞ്ഞത്. മാമ ചുമ്മാ കളിക്കല്ലേ. അങ്ങനെയാണ് എനിക്ക് അങ്ങോട്ട് ഇടാനുണ്ട്. വേറെ എനിക്ക് ഇടാനുണ്ട് അങ്ങോട്ട്. എന്ത് ഞാൻ എന്നെ എടുത്ത് അപ്പുറത്തിടും. ഇതായിരിക്കും കാരണം. ഇത് ശരിയാവില്ല. ഇത് മാറ്റാം. ഇത് ശരിയാവില്ല. മര്യാദക്ക് എന്റെ കൂടെ വന്നോ. മര്യാദക്ക് വരാം. പക്ഷെ മാമ എന്റെ 3 കൂട്ടം പായസങ്ങളുണ്ടാണ്. ഞാൻ ഇപ്പുറത്ത് 1 കൂട്ടം പായസം തന്നു. അപ്പൊ പിന്നെ മാമൻ അപ്പുറത്തേക്കാ. കുഴപ്പമൊന്നുമില്ല. എന്താടേ നിനക്ക് പായസം എന്നെ കെട്ടിയോൻ അപ്പുറത്താണ്. അവിടെ ഭാര്യ ഇപ്പുറത്താണ് അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നിപ്പം? മര്യാദക്ക് എന്റെ കൂടെ വരണം. എന്താ എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ മക്കളല്ല എന്റെ കൂടെ ആയല്ലോ. ഞാൻ ആഗ്രഹിച്ചാല് ബാലുവും പിള്ളേരെ എന്റെ സൈഡുണ്ട്. അതുപോലെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.